കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കമായി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവിന് സംസ്ഥാന പ്രസിഡന്റ് വി.കെ. സദാനന്ദൻ പതാക കൈമാറിയതോടെയാണ് യാത്ര ആരംഭിച്ചത്. എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക, ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരയാത്ര. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം 84 ദിവസം പിന്നിട്ടിട്ടും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയുമായി മുന്നിട്ടിറങ്ങിയതെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. സമരങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീ തൊഴിലാളികൾ ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സമീപനമേ അല്ല ഇടതുപക്ഷ സർക്കാർ എടുക്കേണ്ടുന്നത്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറയുമ്പോൾ സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിൽ വന്ന് വെയിലും മഴയും എല്ലാം കൊണ്ട് അവിടെ കിടന്ന് സഹന സമരത്തിലൂടെ നിരാഹാരം 43-ാമത്തെ ദിവസമാണ് ഞങ്ങൾ നിരാഹാരം അവസാനിപ്പിച്ചത്. മുടി മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്തു വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിൽ, സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ, അവരുടെ അന്തസ്സിനെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടുന്നത് ഈ സമരം എത്രയും പെട്ടെന്ന് മാന്യമായി ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവിന് സംസ്ഥാന പ്രസിഡന്റ് വി.കെ. സദാനന്ദൻ പതാക കൈമാറിയതോടെയാണ് യാത്ര ആരംഭിച്ചത്. എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. യാത്ര ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരിക്കലും അവഗണിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ്. കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആൾ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആശാ വർക്കർമാരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ചരിത്രം എഴുതാൻ സാധിക്കുകയില്ല. കേരളത്തിൻ്റെ ചരിത്രം ഈ ആശാ വർക്കർമാരെ മാറ്റി നിർത്തി കേരളത്തിൻ്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ അത് അപൂർണമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൊഴിലാളി സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ സ്ത്രീ തൊഴിലാളികളോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടു. ചിലയിടങ്ങളിൽ സമരപ്പന്തൽ കെട്ടാൻ ആശാവർക്കർമാർക്ക് അനുമതി നിഷേധിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ടെന്റ് കെട്ടാൻ അനുവദിക്കുന്നിടത്ത് ടെന്റ് കെട്ടും. ഇപ്പോൾ കാഞ്ഞങ്ങാട് പന്തലിടാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നമ്മൾ പന്തലില്ലാതെ മഴയാണേലും ഞങ്ങൾ ആ തെരുവിൽ കിടക്കും. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വി.കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ.ചെ. ഷീല, അജയകുമാർ കോടോത്ത്, ടി.സി. രമ, ഡോക്ടർ ടി. സുരേന്ദ്രനാഥ്, വി.കെ. സദാനന്ദൻ, പി. കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയുടെ 2-ാം നാൾ പരപ്പയിൽ നിന്നും ആരംഭിച്ച് നീലേശ്വരം, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 45 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര ജൂൺ 17-ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.